മക്കളെ പേടിച്ച് മറ്റെവിടെയെങ്കിലും അഭയം തേടേണ്ട ഗതികേടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചില മനുഷ്യർക്ക്. ലഹരിമൂത്ത് ചെയ്തു കൂട്ടുന്നതിന് കയ്യും കണക്കുമില്ല. സ്വത്തിനു വേണ്ടിയാണ് കോഴിക്കോട് പുതുപ്പാടിയിലെ ബിനീഷ് 75-കാരിയായ അമ്മയെ സ്ഥിരം മർദ്ദിച്ചിരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം മദ്യലഹരിയിൽ മർദ്ദനം കൊലപാതക ശ്രമത്തിലേക്ക് നീണ്ടു. ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ച ബിനീഷ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. സ്വത്തിനു വേണ്ടിയാണ് സ്വന്തം അമ്മയെ കഴുത്തുഞെരിച്ചു കൊല്ലാനുള്ള ശ്രമം ബിനീഷ് നടത്തിയത്. അതും ആദ്യമായല്ല, നേരത്തെയും ഇതുപോലെ പലതവണ അമ്മയെ ബിനീഷ് മർദ്ദിച്ചിരുന്നു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയായിരുന്നു അമ്മയോടുള്ള മകന്റെ ക്രൂരത. മദ്യപിച്ച് ലക്കുകെട്ട് വീട്ടിലെത്തിയ ബിനീഷ് 75 വയസ്സായ അമ്മ മേരിയെ ഉപദ്രവിക്കുകയായിരുന്നു. മേരിയുടെ കൈവശമുള്ള സ്വത്തുക്കളും സ്വർണവും ബിനീഷിന്റെ പേരിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് തർക്കമുണ്ടായി. ഒടുവിൽ ബിനീഷ് അമ്മയെ 2 കൈകൾ കൊണ്ടും കഴുത്തുഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. ബിനീഷും അമ്മ മേരിയും മാത്രമായിരുന്നു വീട്ടിൽ താമസം. ദിവസങ്ങളായി ഇവർക്കിടയിൽ സ്വത്തുതർക്കം നിലനിന്നിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ മേരി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായ ശേഷം താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ മകൻ കൊല്ലാൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകുകയായിരുന്നു. സ്ഥിരമായി മദ്യപിക്കുന്ന ആളായിരുന്നു ബിനീഷ്. മദ്യപിച്ച് ദിവസവും വീട്ടിൽ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പലതവണ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും ചികിത്സ തേടിയിരുന്നു. താമരശ്ശേരി പോലീസ് ഇന്ന് രാവിലെയാണ് ബിനീഷിനെ പിടികൂടിയത്. കൊലപാതക ശ്രമം ചുമത്തിയാണ് താമരശ്ശേരി പോലീസ് പ്രതിയായ ബിനീഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.